ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. ഓഗസ്റ്റ് മാസം മുതൽ ഒരു വർഷത്തേക്ക് ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും അത്ഭുതങ്ങളും നടക്കും. അതായത് 8 നക്ഷത്ര ജാതകർക്കാണ് കോടീശ്വര യോഗം വന്നു ചേരുക. 1202 ചിങ്ങമാസം മുതൽ വ്യാഴം കർക്കിടകം രാശിയിലും ചിങ്ങം രാശിയിലുമായിട്ടാണ് സഞ്ചാരം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 6 മാസക്കാലം ചില നക്ഷത്ര ജാതകർക്ക് കാലം വളരെയധികം മോശമാണ്. 6 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈയൊരു പുതുവർഷ ദേവപ്രശ്ന ഫലപ്രകാരം 8 നക്ഷത്ര ജാതകർക്കാണ് കോടീശ്വര യോഗം വരുവാൻ പോകുന്നത്. ഈയൊരു പുതുവർഷത്തിൽ നിങ്ങൾക്ക് നല്ല സമ്പാദ്യം, സർവ്വ സൗഭാഗ്യം, അപ്രതീക്ഷിത ധനയോഗം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ കോടീശ്വര യോഗത്തിൽപ്പെട്ട ഏതെങ്കിലും നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈയൊരു കാര്യം അറിഞ്ഞിരിക്കണം. സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നു. അതായത് ഓഗസ്റ്റ് മാസം മുതൽ അടുത്ത ഒരു വർഷക്കാലമാണ് ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ശ്രദ്ധേയ മാറ്റങ്ങൾ വന്നു ചേരുക. അതായത് ഒരുപാട് നാളുകളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ സഫലമാകുവാനും ചില തടസ്സങ്ങൾ മാറി തുടങ്ങുവാനും പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും സാധ്യതയുള്ള സമയമാണിത്. അതേസമയം നല്ല സമയം വന്നാലും പരിശ്രമവും പ്രാർത്ഥനയും നല്ല പ്രവൃത്തികളും നിങ്ങൾ ഒരു രീതിയിലും കൈവിടാതിരിക്കുക. ഈശ്വരൻ ഉറപ്പായും നിങ്ങളെ അനുഗ്രഹിക്കും. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ് ഭാഗ്യം തെളിയുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ഈയൊരു ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിക്കുന്ന ഒരു വർഷക്കാലം അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളുടെ ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഇതുവരെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല രീതിയിലുള്ള ആശങ്കകളും കുറയുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ജോലിയിലും നിങ്ങളുടെ തൊഴിൽ മേഖലയിലും പുതിയ അവസരങ്ങൾ ലഭിക്കും. അതുപോലെ ഏറെ നാളുകളായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാകുന്ന അനുഭവമുണ്ടാകും. സാമ്പത്തികമായി നിങ്ങൾക്ക് മുൻകാലത്തേക്കാൾ കൂടുതൽ സ്ഥിരത ലഭിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനും അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടും അടുക്കുവാനുമുള്ള യോഗമുണ്ട്. വിവാഹ യോഗമുള്ളവർക്ക് നല്ല ആലോചനകൾ വന്നെത്തും. എന്നാൽ ഈയൊരു കാലം നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ തീരുമാനമെടുക്കുന്നത് ചില നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ആരോഗ്യപരമായി നിങ്ങൾ ഒരു രീതിയിലുള്ള അശ്രദ്ധ പോലും കാണിക്കാതിരിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക. അതുപോലെ തന്നെ നിത്യവും ഗണപതി പ്രാർത്ഥന പതിവാക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം തേടുക. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം അന്നദാനം നടത്തുവാൻ കഴിഞ്ഞാൽ അവ നടത്തുക. ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല. ഉറപ്പായും നിങ്ങളുടെ കടബാധ്യതകൾ ഒഴിവാക്കുകയും സാമ്പത്തികമായി ഉന്നമനത്തിലേക്കും കുതിക്കുന്ന ഒരു സമയമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈയൊരു വർഷക്കാലം നേട്ടങ്ങളുടെ കാലമായി തന്നെ കണക്കാക്കാം. ദീർഘനാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അംഗീകാരത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കും. അതിനാൽ തന്നെ ഈയൊരു സമയം നിങ്ങൾ വിവേകത്തോടെയും സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. കുടുംബജീവിതത്തിൽ മനസ്സമാധാനം വർദ്ധിക്കും. മക്കളുടെ വലിയ നേട്ടങ്ങൾ സന്തോഷത്തിന് കാരണമായി മാറുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. ഈയൊരു കാലം നിങ്ങൾ കോപം നിയന്ത്രിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താം. മരങ്ങൾ നട്ട് പരിപാലിക്കുക.
പരിശീലിക്കാം. ആവശ്യക്കാർക്ക് വസ്ത്രദാനം നടത്താം. സത്യസന്ധത എന്ന കാര്യം യാതൊരു രീതിയിലും കൈവിടാതിരിക്കുന്നത് ഇരട്ടി ഫലത്തിന് കാരണമാകും. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും കുടുംബ സൗഖ്യവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ വീട്, വാഹനം, ഭൂമി തുടങ്ങിയ സ്വപ്നങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധ്യമാകും. ജോലിയിൽ സ്ഥിരതയും വ്യാപാര കാര്യങ്ങളിൽ വളരെയധികം വളർച്ചയും പ്രതീക്ഷിക്കാം. ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകൽച്ചകളെല്ലാം മാറും. മനസ്സമാധാനം വർദ്ധിക്കും. അതുപോലെ ആത്മവിശ്വാസം ഉയരുകയും ചെയ്യുന്ന വർഷമാണ്. എന്നാൽ ഈ ഒരു കാലം നിങ്ങൾ അമിതമായ ചെലവും അമിതമായ ആത്മവിശ്വാസവും ഒഴിവാക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കാം. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ നടത്തുക. വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുതിർന്ന ആളുകളെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് വഴി വളരെയധികം നേട്ടങ്ങളും ജീവിതത്തിൽ അത്ഭുതങ്ങളും നടന്നു കിട്ടും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. മകയിരം നക്ഷത്ര ജാതകർക്ക് ഈയൊരു വർഷം ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, വിദേശ യാത്ര, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയവയിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ കാലം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. ആയതിനാൽ തന്നെ നിങ്ങൾക്ക് കുടുംബ അംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. മാനസികമായി ഇതുവരെ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾ കുറയുകയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉദിക്കുകയും ചെയ്യുന്ന കാലമാണ്. എന്നാൽ നിങ്ങളുടെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വിഷ്ണു സഹസ്രനാമം കേൾക്കുക, അല്ലെങ്കിൽ പാരായണം ചെയ്യാം. അതുപോലെ തന്നെ ദരിദ്രരായ ആളുകളെ സഹായിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറമുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായും സാമ്പത്തികമായും വളരെ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വർഷമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകൾ നടന്നു കിട്ടുന്നതാണ്. ആരോഗ്യപരമായും നിങ്ങൾക്ക് മുൻകാലത്തേക്കാൾ വളരെയധികം മെച്ചം പ്രതീക്ഷിക്കാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ഭഗവാന് മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ അന്നദാനം നടത്തുക. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്. പുതിയ ജോലിയും പുതിയ വരുമാന മാർഗങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും. കുടുംബത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കുന്നതാണ്. വ്യാപാരികളായ ആളുകൾക്ക് പുതിയ കരാറുകൾ ലഭിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനയോഗമുണ്ട്. അതായത് ചിട്ടി, ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത ധനയോഗം വന്നു ചേരും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് ദിനം ആരംഭിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ പക്ഷികൾക്ക് ധാന്യം നൽകുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കഴിവതും ഒഴിവായി നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു വർഷമാണ്. മുമ്പ് ചെയ്ത പരിശ്രമങ്ങൾക്ക് ഇപ്പോൾ ഫലം കാണുവാൻ തുടങ്ങും. പുതിയ സാമ്പത്തിക മേഖലകൾ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാണ്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ വന്നു ചേരും. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആലോചിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വർഷം അനുകൂല സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഹനുമാൻ പ്രാർത്ഥന നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. സഹായം ആവശ്യമുള്ള ആളുകളെ നിങ്ങളാൽ കഴിയുവിധം സഹായിക്കുക. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കോപം വളരെയധികം നിയന്ത്രിക്കുന്നത് ഇരട്ടി ഫലത്തിന് കാരണമാകും.
അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈയൊരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പ്രതീക്ഷകൾ നിറയുന്ന ഒരു കാലമാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും. കുടുംബ സന്തോഷം, പുതിയ അവസരങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂല ഫലം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്ന ആളുകൾക്കും നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു കാലം നിങ്ങൾ അഹങ്കാരവും അമിതമായ ചെലവും ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു പ്രാർത്ഥന നടത്തുക. ഏകാദശി വ്രതം ആചരിക്കാൻ കഴിയുമെങ്കിൽ അവ ആചരിക്കുക. ദരിദ്രരായ ആളുകളെ സഹായിക്കുക. ദിവസവും നന്ദിയോടെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.